കോട്ടയം നഗരത്തെ മനോഹരമാക്കുന്ന മീനച്ചിലാർ. മഴക്കാലമെത്തുമ്പോൾ നിറഞ്ഞു കവിയുന്ന മീനച്ചിലാറിന്റെ തീരത്തുനിന്ന് കുത്തൊഴുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. മീനച്ചിലാറിന്റെ തീരത്താണ് കോട്ടയം വികസനത്തിന്റെ തേരിലേറി യാത്ര തുടരുന്നത്. മീനച്ചിലാറിന്റെ കുറുകെയുള്ള നാഗമ്പടം പാലത്തിലാണ് ഞാൻ നിന്നത്. നാഗമ്പടം ബസ് സ്റ്റാൻഡിന്റെയും നാഗമ്പടം മൈതാനത്തിന്റെയും അടുത്ത് മീനച്ചിലാറിന് കുറുകെയുള്ള വലിയ പാലം. നഗരത്തിലേക്കുള്ള വാഹനങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള വാഹനങ്ങളുമെല്ലാം കടന്നുവരുന്ന, ദിവസവും ആയിരങ്ങൾ കടന്നു പോകുന്ന നാഗമ്പടം പാലം. സൗഹൃദം എന്നും തണൽ വിരിക്കുന്ന അനുഭവമാണ്. കൂട്ടുകാരുമൊത്ത് യാത്ര ചെയ്യുമ്പോഴാണ് പലപ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മെ തേടി വരുന്നത്. ഞാൻ അവർക്കായി കാത്തിരുന്നു. ഈ പാലത്തിൽ കണ്ടുമുട്ടാമെന്നാണ് ഞങ്ങൾ പറഞ്ഞു വച്ചിരുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ ക്ലാസ്മേറ്റ്സ് സിനിമ ഷൂട്ട് ചെയ്തത് കോട്ടയത്തെ CMS കോളേജിലാണെന്നുള്ളത് കോട്ടയത്തെ സൗഹൃദം പുഷ്പിക്കുന്ന നാടാക്കുന്നു. ഇന്ന് മീനച്ചിലാറിനും കോട്ടയത്തിനും പുതിയ വർണ്ണങ്ങൾ കൈവരുകയാണ്. വികസനത്തിന്റെ വർണ്ണങ്ങൾ. പൊക്കങ്ങൾക്കായി മത്സരിക്കുന്ന ഫ്ളാറ്റുകളും അടിക്കടി ഉയരുന്ന കെട്ടിടങ്ങളും പുതുപുത്തൻ വാഹനങ്ങളും നാഗമ്പടത്തിന്റെ അരികിലും ജന്മമെടുക്കുന്നു. കോട്ടയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നാഗമ്പടം പാലം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് വളരെ മനോഹരമായ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാം. മീനച്ചിലാറ് ഒഴുകുന്നു. സൂചിപ്പള്ളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അവിടെ കാണുന്നത്. കോട്ടയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണെന്ന് പറയാൻ കാര്യം, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വണ്ടികൾക്കും സൗകര്യം ഒരുക്കി കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണിത്. ഈ പാലത്തിന്റെ അടിയിൽ ഒരു 10-20ഓളം ഫാമിലീസ് താമസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെയാണ് അവരുടെ പ്രധാനപ്പെട്ട സ്ഥലം. 10-20ഓളം ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. നമ്മുടെ യാത്രകൾ അതൊരുമിച്ച് ചെയ്യുമ്പോൾ കൂടുതൽ അർത്ഥങ്ങൾ ലഭിക്കുന്നത് പോലെ, ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നതിലും വിജയസാധ്യത കൂട്ടായി നിന്ന് പൊരുതുന്നതിലാണെന്നുള്ള തിരിച്ചറിവ്. സമൂഹത്തിന്റെ നൊമ്പരങ്ങളിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നതിലും നല്ലത് സൗഹൃദത്തിന്റെ ചിറകിലേറി പോകുന്നതാണെന്നുള്ള ആത്മാവബോധം. ഞങ്ങൾ യാത്ര തുടർന്നു. ആർക്കു വേണ്ടിയെന്നറിയില്ല, എന്തിനു വേണ്ടിയെന്നറിയില്ല. ഒന്നറിയാം, ഞങ്ങളെ കാത്തിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്കായി. ഇതാണ് നമ്മുടെ വീടുകൾ. പ്രത്യേകിച്ച് നമ്മുടെ 10-20ഓളം വീട്ടുകാരാണ് ഇവിടെ താമസിക്കുന്നത്. വെള്ളം കയറുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം കയറുന്ന സ്ഥലം ഇതാണ്. ഇതിന്റെ പെരയിലെല്ലാം തന്നെ വെള്ളം കയറുന്നതാണ്. ഇന്ന് നാടും നഗരവും തിരക്കിലാണ്. ആർക്കും 12 മണിക്കൂർ സമയം പോലും തികയുന്നില്ല. ഓടിയിട്ടും ഓടിയിട്ടും തീരുന്നുമില്ല. എല്ലാം കയ്യിൽ കിട്ടിയിട്ടും ഒരു സംതൃപ്തിയുമില്ല. നമുക്ക് താഴോട്ട് ഇറങ്ങാനായിട്ട് ഒരു സ്ഥലമുണ്ട്. നമുക്ക് ഇതിനമ്പടി ഇറങ്ങേണ്ടി വരും. നാഗമ്പടം പാലം തിരക്കിന്റെ പാലം തന്നെയാണ്. നടക്കാൻ പോലും പാടുപെടുന്ന സാധാരണ ജനങ്ങൾ, വാഹനങ്ങൾ ഇതിലേ കൊണ്ടുപോകാനാകുമെന്നറിയാതെ വിഷമിക്കുന്ന ഡ്രൈവർമാർ. വളരെ ഇടുങ്ങിയ വഴിയാണ്. പ്രത്യേകിച്ച് വെള്ളം കയറുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവരാണ്. വെള്ളം ഏകദേശം കയറി എത്തുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ മേളിലേക്ക് കയറി വരാനാണ് ഇവിടെ എവിടെയെങ്കിലുമാണ് താമസിക്കുന്നത്. ഇതാണ് പുകടിമാലിയിൽ കോളനി. ഇതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു കൂട്ടുകാരുടെ സ്ഥലം. അവരുടെ സ്വപ്നങ്ങളുടെ പക്ഷിക്കൂട്. പാലത്തിനടിയിൽ കൂടുകൂട്ടിയ കുറെ കുഞ്ഞു പക്ഷികൾ. കോളനിയിലേക്ക് ഇറങ്ങാൻ തന്നെ നല്ല പാടാണ്. ഇടുങ്ങിയ വഴിയിലും അഗാധമായ കുഴിയിലേക്കിറങ്ങുന്ന പ്രതീതി. പ്രായമായ കോളനിയിലെ സഹോദരങ്ങൾ എത്ര തവണ ഇവിടെ വീണിട്ടുണ്ടായിരിക്കും. ഇവർക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് വെച്ചു കൊടുത്ത കുറച്ചധികം ടോയ്ലറ്റ് ആണ്. പക്ഷെ ഇതിന് പിന്നീട് ഇതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഗവൺമെന്റ് അതോറിറ്റീസ്, ഹെൽത്ത് അതോറിറ്റീസ് ഒക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് വെള്ളം പൊങ്ങുമ്പോൾ ഇതിന്റെ മേളിൽ വരെ വെള്ളം വരാറുണ്ട്. വെള്ളം വരും. പ്രത്യേകിച്ച് ഇത് കവർ ചെയ്യും, ഓവർഫ്ലോ ചെയ്യും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ താമസിക്കുന്നവർക്ക്. ടോയ്ലറ്റും കിണറും തമ്മിലെ അകലങ്ങൾ എത്രയോ കുറവാണ്. രോഗങ്ങൾ വരാൻ പിന്നെ ഇവർക്ക് മറ്റൊരു സാഹചര്യത്തിന്റെ ആവശ്യം പോലുമില്ല. ഗവൺമെന്റ് വെച്ചുകൊടുത്ത ബാത്റൂമുകളും ടോയ്ലറ്റ് സൗകര്യങ്ങളും പിന്നെ ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അതല്ലെങ്കിൽ സൂക്ഷിക്കാനുള്ള ശ്രമം ഒരിടത്തു നിന്നും ഉണ്ടായതുമില്ല. ഈ ഭാഗത്തുള്ള ടോയ്ലറ്റുകളാണ്
വെള്ളപ്പൊക്ക സമയത്ത് നിറഞ്ഞൊഴുകി ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്നത്. ഈ ഭാഗം വെള്ളത്തിനടിയിലാകുമ്പോഴേക്കും 17 വീട്ടുകാരും ഏതെങ്കിലും സ്കൂളിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് യാത്ര തുടങ്ങിയിരിക്കും. അതുപോലെയാണ് ഇവിടുത്തെ ഓരോ വീടുകളും. ഈ തോന്നുന്നത് കുമാരനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് നമ്പർ 14, കെട്ടിട നമ്പർ 264. ഇതുപോലെയാണ് ഇവിടുത്തെ ഓരോ വീടുകൾ. പിന്നെ ഭാഗത്തൂടെയാണ് നമ്മുടെ പാലം. പലപ്പോഴും ഈ പാലത്തിൽ നിന്ന് ചപ്പ് ചവറുകളും പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിയുന്നത് ഇങ്ങോട്ടാണ്. ഇവിടോട്ടാണ് എല്ലാം വന്ന് വീഴുന്നത്. പാലത്തിൽ കൂടെ പോകുന്ന ആർക്കും തന്നെ അറിയില്ല ഇവിടെ എത്ര പേര് താമസിക്കുന്നുണ്ടെന്ന്. പാലത്തിന് മുകളിലൂടെ പോകുന്നവർക്ക് താഴേക്ക് നോക്കാൻ പോലും സമയം കിട്ടാറില്ല. കിട്ടിയാൽ തന്നെ താഴെയുള്ള കാര്യങ്ങൾ ആരുടെയും ശ്രദ്ധയിൽ പോലും പെടുകയുമില്ല. നമ്മുടെ വീടുകളിലെ പച്ചക്കറിയുടെയും മത്സ്യമാംസാദികളുടെയും അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കൂടുകളിൽ കെട്ടി വലിയ വലിയ വാഹനങ്ങളിൽ നിന്നും എറിയുന്നത്, ചെന്നു വീഴുന്നത് ഇവരുടെ പുരയ്ക്കുള്ളിലും മുറ്റത്തുമൊക്കെയാണ്. ആരോട് പരാതി പറയും? അവർക്ക് തുണി അലക്കാനും മറ്റു സൗകര്യങ്ങൾക്കാണ് ഏറ്റവും പാടുള്ളത്. രാഷ്ട്രീയ പാർട്ടിയിലെ സഹോദരങ്ങൾക്ക് ഇലക്ഷൻ അടുക്കും നേരമാണ് ഇവരെ കാണാനുള്ള കാഴ്ച ലഭിക്കുന്നത്. കുടിവെള്ളം ഏതൊരു മനുഷ്യന്റെയും ജീവന്റെ ആധാരം. ജലസ്രോതസ് ഈ കാണുന്ന മീനച്ചിലാറാണ്. നമ്മൾ പാലത്തിന് മുകളിൽ നിന്നും കണ്ട അതേ മീനച്ചിലാർ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മീനച്ചിലാറിന് സ്നേഹം ഇവരോട് കൂടുതലാണെന്ന് തോന്നുന്നു. ഈ പുഴയിലാണ് ഇവർ കുളിക്കുകയും ഇവരുടെ തുണികളൊക്കെ അലക്കുകയും ചെയ്യുക. നിർഭാഗ്യവശാൽ ഇവർക്ക് ശുദ്ധജലം വളരെ പ്രശ്നമാണ്. ഈ വെള്ളത്തിനാണ് ഇവർ കുടിക്കുന്നത്. പ്രത്യേകിച്ച് വെള്ളം പൊങ്ങുമ്പോൾ ഇവരുടെ വീടിന്റെ ഇത്രയും തന്നെയൊക്കെ വെള്ളം കയറുകയും ചെയ്യും. വെള്ളപ്പൊക്കമാണ് മീനച്ചിലാർ സമ്മാനിക്കുന്ന കണ്ണീർ. മഴക്കാലത്തിന്റെ ഈ നാളുകളിൽ നമ്മുടെ വീടുകളിൽ ഏത് അസുഖം എത്തുന്നതിന് മുമ്പ് ഈ പാവങ്ങൾക്കാണ് ആദ്യം അത് പടർന്നു പിടിക്കുന്നത്. വലിയൊരു നദിയുടെ തീരത്ത് കോട്ടയത്തിന്റെ മക്കൾ കുടിവെള്ളത്തിനും അസുഖത്തിനുമിടയിലൂടെ യാത്ര തുടരുകയാണ്. ഇവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമം അനുഭവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് അവിടെ നിന്നുള്ള വേസ്റ്റുകളെല്ലാം പിടിച്ചു വരുന്നതുകൊണ്ട്. നാഗമ്പടം എന്ന കോട്ടയത്തിന്റെ ഹൃദയത്തിലെ വേദനയാണിത്. പുകടിമാലിയിൽ കോളനി. നാഗമ്പടം പാലത്തിന്റെ താഴെ ജീവിതം തള്ളി നീക്കുന്ന ഒരുപറ്റം മനുഷ്യർ. അവരിലേക്ക് ഒരു യാത്ര. വീടുകൾ അടുങ്ങിയാണിരിക്കുന്നത്. വീടുകൾക്കിടയിലൂടെ ചെറിയ വിടവുകളുണ്ട്. അതാണ് യാത്രാവഴി. മുകളിലേക്ക് നോക്കിയാൽ മേൽക്കൂരയായി നിൽക്കുന്നത് നാഗമ്പടം പാലവും. മേൽക്കൂരയിലെല്ലാം വവ്വാലുകൾ കൂടുകൂട്ടിയിട്ടുമുണ്ട്. തിങ്ങിഞ്ഞെരുങ്ങി അമരുന്ന കുറെ ജീവിതങ്ങൾ. ഇതിനുള്ളിൽ 17നും 20നുമിടയിൽ വീട്ടുകാരുണ്ട്. വീടുകൾക്കിടയിലൂടെ ഇലക്ട്രിക് പോസ്റ്റുകളും ലൈൻ കമ്പികളും തുണി അലക്കിയിടുന്ന അഴകരുടെയും ഒക്കെ നീണ്ട നിരകൾ. വീടുകൾക്കിടയിലെ സ്ഥലത്തിന്റെ പരിമിതിയാണ് മറ്റു പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ചൂടുകാലങ്ങളിൽ ചിക്കൻ പോക്സ് പടർന്നു പിടിച്ചാൽ മിക്കവർക്കും അത് വരും. കാരണം ഓരോ വീടും അടുത്ത വീടിനോട് മുട്ടിമുട്ടിയാണിരിക്കുന്നത്. വീടുകൾക്കിടയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ അല്പം ക്ലേശകരമായ ജോലിയാണ്. ഓരോ വീടുകളുടെയും പുറകിലൂടെയുള്ള ചെറിയ വഴികൾ മീനച്ചിലാറ്റിലേക്കാണ് ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു 17ഓളം കുടുംബങ്ങളാണ് ഈ ഇടുങ്ങിയ സ്ഥലത്ത് താമസിക്കുന്നത്. നമുക്കറിയാം, ഈ ഇവരുടെ ജീവിതത്തിന്റെ പുഴയുമായിട്ട് വലിയൊരു ഇടുങ്ങിയൊരു വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് പുഴയിലെ വെള്ളം എടുക്കുന്നു. പകൽ പ്രകാശത്തിന്റെ സമയമാണ്. പക്ഷേ ഇവർക്ക് പകലിലും ഇരുട്ടുള്ള സ്ഥലങ്ങൾ നമ്മെ കാണിച്ചു തരാൻ കഴിയും. ഈ കുഞ്ഞുങ്ങൾ പ്രകാശത്തിലേക്ക് വഴികാട്ടികളായി മാറുന്നത് പോലെ അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തോട് പോരാടി നിൽക്കുന്നവന്റെ ആത്മധൈര്യമാണ് കാണാനാകുന്നത്. ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലെ പ്രകാശം പാലത്തിന്റെ മുകളിലെ തിരക്കിലെ മക്കളിൽ കണ്ടെത്താനാകാത്തതുപോലെ തോന്നിച്ചു. ഈ കുഞ്ഞുങ്ങളുടെ സ്വപ്നവും യാത്രയും ലക്ഷ്യം കാണട്ടെ. വികസനമെന്ന് ആർത്തുവിളിക്കുന്ന മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ കുഞ്ഞുമക്കളെയും
ഈ 17 വീട്ടുകാരെയും വന്ന് കാണട്ടെ. ഇതാണ് ഇവരുടെ കടവ്. ഇവിടെയാണ് ഇവര് പ്രത്യേകിച്ച് വെള്ളമൊക്കെ കോരാനായിട്ട് വരുന്നത്. ഇവിടെ അടുത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇവർക്ക് കുറവാണ്. പഞ്ചായത്തിൽ നിന്നൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ പഞ്ചായത്തിന്റെ നഷ്ടം എന്നൊക്കെ പറയാം. പാലത്തിന്റെ അടുത്ത ഭാഗത്തേക്കാണ് ഞങ്ങൾ പോയത്. മറപ്പുരയും കുളിസ്ഥലവും കടവുമെല്ലാം സമ്മേളിക്കുന്ന സ്ഥലം. അവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആ കൂട്ടുകാരൻ മീൻ പിടിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. താൻ പിടിച്ച മീനുകൾ ഞങ്ങളെ കാണിക്കാനുള്ള ആകാംക്ഷയിലും ജീവിത സന്ധാരണ മാർഗം തേടിയുള്ള കോട്ടയത്തിന്റെ ഭാവി വാഗ്ദാനത്തിന്റെ അധ്വാനം. എന്നിട്ടും നഗരം ഓടുകയാണ് നാഗമ്പടം പാലത്തിലൂടെ. ഇതിന്റെ താഴെയുള്ള കുറെ മനുഷ്യരുടെ ലോകം കാണാതെ. കോട്ടയത്തിന്റെ വികസനം ഇവരുടെ ജീവനുള്ള ശരീരത്തിലാണ് കെട്ടിപ്പൊക്കുന്നത്. ഈ അസ്ഥിവാരത്തെ ആരും തന്നെ അറിയുന്നുമില്ല. കോട്ടയം വികസിക്കുകയാണ്. ആരുടെയൊക്കെയോ നെഞ്ചത്ത് ഫ്ളാറ്റുകൾ പണിതുയർത്തിക്കൊണ്ട്. ഓരോ കുഞ്ഞിനോടും അമ്മമാർ പറഞ്ഞു കൊടുക്കാറുണ്ടത്രേ, പാലത്തിന് മുകളിലേക്ക് സഞ്ചരിക്കുക എന്നത്. അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. ഇന്ന് ഈ കോളനിയിലെ കുഞ്ഞുങ്ങൾ പഠിക്കാനും ജീവിത വിജയം കരസ്ഥമാക്കാനും മുന്നേറുന്നതിന്റെ പ്രധാന കാരണം മുകളിലത്തെ പാലമാകുന്ന ലക്ഷ്യം അവർക്കുള്ളതിനാലാണ്. നമുക്കൊക്കെ ലക്ഷ്യം കാണാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ. ആയിരക്കണക്കിന് ആൾക്കാരാണ് മേളിക്കൂടെ പോകുന്നത്. കാറുകളിലും വ്യത്യസ്തമായ വാഹനങ്ങളിലും ഒക്കെ നമ്മുടെ കോട്ടയം നഗരം വികസിക്കുകയാണ്. പക്ഷെ അതിന്റെ താഴെ ഇത്രയധികം ആൾക്കാർ ജീവിക്കുന്നതായിട്ട് പലർക്കും അറിയില്ല. ഇവിടെ വന്ന് കാണുന്നവർക്ക് മാത്രമേ ഇതിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാവുള്ളൂ. ഇതിന് താഴേക്ക് ആരും തന്നെ അധികം നോക്കാറില്ല. നോക്കിയാൽ തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്ന ആർക്കും അറിയില്ല. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടേതായ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യാം. നന്ദി. ഞങ്ങൾ യാത്രയാകുന്നു. പുകടിമാലിയിൽ കോളനിയിൽ നിന്നും പുതിയ കൂട്ടുകാരെ തേടി അവരുടെ വേദനയുടെ താഴ്വരകളിലേക്ക് ഇനിയും കണ്ടുമുട്ടാം. എന്നിട്ടും കോട്ടയം. ജീവിതത്തിന്റെ തിരക്കുകളിൽ നമ്മൾ പലപ്പോഴും കോട്ടയത്തുകൂടെ യാത്ര ചെയ്ത് കാണും. പക്ഷേ നമ്മൾ യാത്ര ചെയ്യുന്ന വികസനത്തിന്റെ ആരവങ്ങൾക്കടിയിൽ ചതഞ്ഞരിയുന്ന പാവങ്ങളുടെ സ്വരം കേൾക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവരെയൊന്ന് കാണാനും ഇവർക്കൊപ്പമിരിക്കാനും ഇവരെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാനും നിങ്ങളെ ക്ഷണിക്കുകയാണ്. കോട്ടയത്തിന്റെ ഹൃദയമായ നാഗമ്പടത്തേക്ക്, പുകടിമാലിയിൽ കോളനിയിലേക്ക്, ഇവരുടെ പരാതികളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക്, കണ്ണീരിന്റെ താഴ്വരകളിലേക്ക് സ്വാഗതം.